മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ നടന്ന വിമാനാപകടത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ കൊല്ലപ്പെട്ടതോടെ ആകാശദൂതിൽ ഇന്ത്യയിൽ നിന്ന് മരിച്ച നിരവധി പ്രമുഖരുടെ നിരയിൽ അവസാനത്തെ കണ്ണുകൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വ്യോമ അപകടങ്ങൾ ജീവൻ കവരുന്നവരുടെ നീണ്ട ഒരു നിര തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയായിരുന്നു ഇതിലെ അവസാനത്തെ കണ്ണി. ബരാമതി ദുരന്തത്തോടെ അജിത്തും അതിൽ ചേർക്കപ്പെടുകയാണ്. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി മരിക്കുന്നതും വിമാന അപകടത്തിലാണ്. 1980 ജൂൺ 23 സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിലെ ഫ്ലൈയിംഗ് ക്ലബ്ബിൽ വെച്ചായിരുന്നു അപകടം. സഞ്ജയ് ഗാന്ധിയായിരുന്നു വിമാനം പറത്തിയിരുന്നത്. വിജയ് രൂപാണി 2025 ജൂൺ 12 അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിലാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി കൊല്ലപ്പെടുന്നത്. ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരാണ് അപകടത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്. വിപിൻ റാവത്ത് സംയുക്ത സൈനിക മേധാവിയായിരുന്ന വിപിൻ റാവത്ത് 2021 ഡിസംബർ 8 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. വിപിൻ റാവത്തും ഭാര്യ മധുലികയും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപം കുനൂരിലെ മലനിരകൾക്ക് മുകളിൽ വെച്ചാണ് തകർന്നു വീണത്. സൗന്ദര്യ മലയാളികൾക്ക് സുപരിചിതയായ നടിയായിരുന്ന സൗന്ദര്യ കൊല്ലപ്പെട്ടതും ഒരു ആകാശ ദുരന്തത്തിലാണ്. 2004 ഏപ്രിൽ 17 അപകടം. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകുന്നതിനിടെ ബംഗളൂരുവിനടുത്ത് ജക്കൂരിൽ വെച്ച് നടി സഞ്ചരിച്ചിരുന്ന ചെറുവിമാനം തകർന്നു വീഴുകയായിരുന്നു. മാധവ് റാവു സിന്ധ്യ കോൺഗ്രസ് നേതാവും മുൻ റെയിൽവേ മന്ത്രിയുമായിരുന്ന മാധവ് റാവു സിന്ധ്യ 2001 നടന്ന വിമാന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിൽ വെച്ച് മാധവ് റാവു സിന്ധ്യ യാത്ര ചെയ്തിരുന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു. YS രാജശേഖര റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയായിരുന്നു ആകാശ ദുരന്തത്തിൽ മരിച്ച മറ്റൊരു പ്രമുഖൻ. 2009 സെപ്റ്റംബർ 2 അപകടം. YSR യാത്ര ചെയ്യുകയായിരുന്ന ഹെലികോപ്റ്റർ ആന്ധ്രയിലെ നല്ലമല വനമേഖലയിൽ വെച്ച് തകർന്നു വീഴുകയായിരുന്നു. GMC ബാലയോഗി ലോക്സഭാ സ്പീക്കറും തെലുങ്ക് ദേശം പാർട്ടി നേതാവുമായിരുന്ന GMC ബാലയോഗി 2002 മാർച്ച് 3 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഭീമാവാരത്ത് വെച്ച് ബാലയോഗി സഞ്ചരിച്ച സ്വകാര്യ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ലോക്സഭാ സ്പീക്കറായിരിക്കുകയായിരുന്നു അപകടം. ദോർജി ഗണ്ഡു കോൺഗ്രസ് നേതാവും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന ദോർജി ഗണ്ഡു 2011 ഏപ്രിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത്. ഗണ്ഡുവും മറ്റു 4 പേരും സഞ്ചരിച്ചിരുന്ന പവൻ ഹാൻസ് ഹെലികോപ്റ്റർ തവാങ്ങിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള യാത്രാമധ്യേ കാണാതായി. 5 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ 2011 മെയ് 4 അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നും ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. ബൽവന്ത് റോയ് മേത്ത ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റോയ് മേത്ത കൊല്ലപ്പെട്ടത് ഇതുപോലെ ഒരു വിമാന അപകടത്തിലാണ്. പഞ്ചായത്തി രാജിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്ന മേത്ത 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് കൊല്ലപ്പെട്ടത്. മേത്ത സഞ്ചരിച്ച വിമാനം പാക് സൈന്യം വെടിവെച്ചിടുകയായിരുന്നു.